ജൂബിലി ആഘോഷം നവീകരണത്തിലേക്കുള്ള ചുവടുവയ്പ്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിൽ ഒരു വർഷമായി നടന്നുവരുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ മഹാജൂബിലി ആഘോഷ പരിപാടികൾ നിറഞ്ഞ ജനസാന്നിധ്യത്തിൽ സമാപിച്ചു. ഇതിന്റെ ഭാഗമായി പാളയം സെന്റ് ജോസഫ് ഭദ്രാസന ദേവാലയങ്കണത്തിൽ നിന്ന് ആരംഭിച്ച പ്രേക്ഷിത റാലി സമ്മേളന വേദിയായ സെന്റ് ജോസഫ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു. അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഈ ജൂബിലി സമാപനം നമ്മുടെ അതിരൂപതയുടെ നവതിയിലേക്കുള്ള യാത്രയുടെ ഭാഗമാണെന്നും നാം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ 2027 മാത്രമാണ് സമീപിക്കുകയെന്നും പറഞ്ഞു. ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് ജെ നെറ്റോ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നൽകിയ സന്ദേശത്തിൽ ലോകം വലിയ വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ ആത്മീയമായ ഉൾക്കരുത്താർജിച്ചുകൊണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ആത്മീയ മാതൃക ജീവിതത്തിൽ പകർത്തേണ്ട ആവശ്യകത ഊന്നി പറഞ്ഞു. സുസ്ഥിര ആരോഗ്യവും സമൃദ്ധിയും വിശ്വാസത്തിലൂടെ എന്ന ലക്ഷ്യവുമായി അതിരൂപത ആരംഭിക്കുന്ന സാന്ത്വനം ആരോഗ്യ സ്മൃതി പദ്ധതിയുടെ ലോഗോ എന്ത് സൂചിപ്പിക്കുന്നു എന്നും പദ്ധതി എന്താണെന്നും ജൂബിലി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ റവറൻ ഡോക്ടർ ലെനിൻ രാജ് വ്യക്തമാക്കി. തുടർന്ന് ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ആർച്ച് ബിഷപ്പ് എമരിറ്റസ് മോസ്റ്റ് റവറൻ ഡോക്ടർ സൂസേപാക്യം എം നിർവഹിച്ചു. കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മുൻ മേധാവി പ്രൊഫസർ ജോസഫ് ആന്റണി സ്വാതന്ത്ര്യം കിട്ടി 79 വർഷമായിട്ടും ലത്തീൻ കത്തോലിക്കർ എല്ലാ തലങ്ങളിലും അവഗണന നേരിടുന്നു. ഐക്യബോധ്യമുള്ള കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തി മാത്രമേ ലത്തീൻ കത്തോലിക്കർക്ക് എല്ലാ തലങ്ങളിലും മുന്നേറ്റവും വളർച്ചയും സാധ്യമാകൂ. നിരന്തര മാറ്റങ്ങൾക്കും നാം വിധേയരാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. CTC മദർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം രൂപതാംഗമായ റവറൻ സിസ്റ്റർ ആന്റണി ഷഹീല ആശംസയർപ്പിച്ചു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ യൂജൻ എച്ച് പെരേര സ്വാഗതം ആശംസിച്ചു. പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി പ്ലാസിഡ് ഗ്രിഗറി നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് ഡോക്ടർ തോമസ് ജെ നെറ്റോ മെത്രാപ്പോലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിച്ചു. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷം അതിരൂപതയിൽ ആകമാനം നവീനമായ പല പദ്ധതികളും നടപ്പിലാക്കി. ഭവനരഹിതരും നിർധനരുമായ 100 കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകി. കുട്ടികളുടെ ആധ്യാത്മിക വളർച്ചയും സമഗ്ര വികസനവും ലക്ഷ്യം വെച്ച് അതിരൂപതയിലെ എല്ലാ ഇടവകളിലും സ്റ്റുഡൻസ് ഫോറം, ലിറ്റിൽ വേ അസോസിയേഷൻ എന്നിവ ആരംഭിക്കുകയും അതിരൂപതയിലെ 10 ഫറോനകളിലും കുട്ടികളുടെ സംഗമം സംഘടിപ്പിക്കുകയും ചെയ്തു. യുവജനങ്ങൾ, വനിതകൾ, അൽമായ നേതാക്കൾ എന്നിവരുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ, സെമിനാറുകൾ, കൂടിവരവുകൾ എന്നിവയിലൂടെ നവനേതൃത്വത്തെ വളർത്തിയെടുക്കുവാനുള്ള വ്യാപകമായ പരിശീലന പരിപാടികൾ നടത്തി. അധികാര പങ്കാളിത്തത്തിലൂടെ നീതി സമൂഹം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ പങ്കാളിത്തത്തിലേക്ക് കടന്നുവരാൻ സമുദായ രാഷ്ട്രീയ നേതൃത്വത്തെ സജ്ജരാക്കുന്ന പദ്ധതികളും ഈ കാലയളവിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. വരുന്ന 2 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളിലൂടെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്താനാണ് ലക്ഷ്യമിടുന്നത്.